നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങി AAP. കഴിഞ്ഞ തവണ 62 സീറ്റുകളുമായി മികച്ച വിജയം കൈവരിച്ച AAP 23 സീറ്റുകളിലേക്ക് ഒതുങ്ങി. 27 വർഷത്തിനു ശേഷം ഡൽഹിയിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്തിയ BJP 47 സീറ്റുകളുമായി വൻ വിജയമാണ് കൈവരിച്ചത്. തകർച്ചയ്ക്ക് പിന്നാലെ AAPക്ക് കനത്ത പ്രഹരമായി ദേശീയ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും തോറ്റു. ന്യൂഡൽഹി മണ്ഡലത്തിൽ BJP നേതാവ് പർവേഷ് വർമ്മയാണ് കേജ്രിവാളിനെതിരെ അട്ടിമറി വിജയം സ്വന്തമാക്കിയത്. തങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഇറാൻ ഇനിയും തങ്ങൾക്കെതിരെ ഭീഷണി ഉയർന്നാൽ തിരിച്ചടിക്കുമെന്നും ഇതിന് യാതൊരു മടി ഉണ്ടാവില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി തുറന്നടിച്ചു. 1979 ഇറാൻ വിപ്ലവത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് ഇറാൻ പരമോന്നത നേതാവ് നിലപാട് വ്യക്തമാക്കിയത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെക്കാൻ തമിഴ്നാട് ഗവർണർ സ്വന്തമായി നടപടിക്രമം രൂപപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് സുപ്രീം കോടതി. നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുന്നത് എത്രയും വേഗം നിയമസഭയെ അറിയിക്കേണ്ടതല്ലേ എന്നും കോടതി ചോദിച്ചു. ഗവർണർ RN രവി 3 വർഷമായി ബില്ലുകൾ പിടിച്ചുവെക്കുന്നത് ചോദ്യം ചെയ്യുന്ന ഹർജികൾ പരിഗണിക്കുന്ന ബെഞ്ച് ഗവർണറെ തുടർച്ചയായി 2ാം ദിവസമാണ് വിമർശിക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിൽ ഡ്രോൺ ആക്രമണം ഉണ്ടാകുമെന്ന് ഇമെയിൽ സന്ദേശം. ബംഗളൂരു, ചെന്നൈ, കേരളം എന്നിവിടങ്ങളിൽ ആക്രമണം ഉണ്ടാകുമെന്നാണ് സന്ദേശം. ഇന്ന് ഉച്ചയോടെ ബംഗളൂരു വിമാനത്താവളത്തിലാണ് സന്ദേശം എത്തിയത്. സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരിൽ പുനരധിവസിപ്പിക്കേണ്ടവരുടെ 1ാം ഘട്ട പട്ടികയ്ക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗീകാരം. കരട് പട്ടികയിൽ നിന്നുള്ള 235 പേരും പരാതികളുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയ 7 പേരും അടക്കം മൊത്തം 242 പേരാണ് ഇതിലുള്ളത്. സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടിക. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർ, വാടകയ്ക്ക് താമസിച്ചിരുന്നവർ, പാടികളിൽ താമസിച്ചിരുന്നവർ എന്നിവരാണ് ഈ പട്ടികയിലുള്ളത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയത്തിൽ പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനവും നല്ല ഭരണവും ജയിച്ചുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയുടെ സമഗ്ര വികസനം ഉറപ്പാക്കാനും ആളുകളുടെ മികച്ച വിജയത്തിനുമായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഉറപ്പു നൽകുന്നുവെന്നും വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ഡൽഹി പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി കുറിച്ചു. ചെന്നൈ വെല്ലൂരിൽ പീഡന ശ്രമത്തിനിടെ യുവാവ് റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ട യുവതിയുടെ ഗർഭസ്ഥ ശിശു മരിച്ചു. ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. 36-കാരിയായ ആന്ധ്ര സ്വദേശിനി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വ്യാഴാഴ്ച രാത്രിയാണ് യുവതിക്ക് നേരെ ട്രെയിനിൽ ആക്രമണമുണ്ടായത്. ദേശീയ വനിതാ കമ്മീഷൻ തമിഴ്നാട് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുവതിക്ക് 50,000 രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് റെയിൽവേ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. യുവതിയുടെ കൈക്കും കാലിനും പൊട്ടലുണ്ട്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് റവന്യൂ വകുപ്പിന്റെ വിവരാവകാശ രേഖ. നവീൻ ബാബു തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ഘട്ടത്തിൽ പരാതികളൊന്നും തന്നെ ലഭ്യമായിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയാണ് പുറത്തുവന്നത്. ഇന്ത്യയെ ഗ്ലോബൽ എന്റർടൈൻമെന്റ് ഹബ്ബാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത് നിരവധി താരങ്ങൾ. വെള്ളിയാഴ്ച നടന്ന ലോക ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സംഗമത്തിൽ വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, മലയാളത്തിൽ നിന്ന് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയെ ആഗോള എന്റർടൈൻമെന്റ് ഹബ്ബാക്കി മാറ്റുന്നതിന് താരങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വരൂപിക്കലായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. കേരളത്തിൽ നാളെ താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണെന്നും അറിയിപ്പുണ്ട്.